ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവാണ്. ഒരു ചെറിയ കഥ. ഏകദേശം 24-25 വർഷം മുമ്പുള്ളൊരു കഥയാണ്. പണ്ട് കാലത്തൊക്കെ നമുക്കൊരുപാട് കഥകളൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തരാറുണ്ട്. അതിലൊന്നാണ് ഒരുപാട് പ്രേത കഥകൾ. അങ്ങനെയിരിക്കെ ഒരു 2-3 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ മനസ്സിൽ ഈ പ്രേതകഥയിൽ കേട്ട് ഒരു രൂപം കാണാൻ തുടങ്ങി. തന്നെ പിന്തുടരാൻ തുടങ്ങി, ഭയപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയിരിക്കെ തൻ്റെ മുത്തശ്ശൻ തനിക്കൊരു അമ്പലത്തിൽ നിന്ന് മന്ത്രിച്ച് കൊടുത്തൊരു തകിട് തനിക്ക് കെട്ടിത്തന്നു. അതിനുശേഷം ആ കുട്ടിക്ക് ആ ഒരു രൂപം കണ്ടിട്ടില്ല. ആ പേടി തനിക്ക് ലൈഫിൽ നിന്ന് മൊത്തത്തിൽ പോയി. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മുത്തശ്ശൻ മരണപ്പെട്ടു. അതിനുശേഷം വീണ്ടും ആ കെട്ടിത്തന്ന ഉറുക്ക് പിന്നെയും ആ കുട്ടിയുടെ കയ്യിൽ കിട്ടി. അതിലെന്താണ് ഉണ്ടായിരുന്നതെന്ന് അറിയാൻ ആ കുട്ടിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. 10-25 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഈ കഥ. പിന്നീട് ആ കുട്ടി ആ തകിട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് അമ്പലങ്ങളിൽ നിന്ന് മന്ത്രിച്ച മന്ത്രങ്ങളായിരുന്നില്ല. തൻ്റെ മുത്തശ്ശൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് അതിൽ കൊടുത്തിരുന്നത്. ഈ കഥ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റിയൽ സ്റ്റോറിയാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ആ കെട്ടിത്തന്ന ഉറുക്കാണ് ഇത്. ശരിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ രൂപം ശരിക്കും ഉള്ളതായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു മുദ്രാവാക്യത്തിൽ ആ രൂപം പോയിരുന്നോ? എനിക്കറിയില്ല. ആരെയും വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന നമ്മളെ മൈൻഡാണ്. മറ്റുള്ളവർ പറയുന്നത് നോക്കി കേട്ടിരുന്നാൽ അതൊന്നും ശരിയാവണമെന്നില്ല ലൈഫിൽ എല്ലാ കാര്യത്തിലും. ബൈ.